ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു കോവയ്ക്ക തോരൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കുന്നത്. മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള കോവയ്ക്ക തോരനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കോവയ്ക്ക തോരൻ. അപ്പൊ ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 15 കോവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം എന്നില്ല, നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. കാരണം നമ്മൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. ഇനി ഇതിന്റെ കൂടെ ചേർക്കാൻ ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഏകദേശം ഒരു 8 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ ഇത് കോവയ്ക്ക നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഇതുപോലെ ചതഞ്ഞ് കിട്ടും. അധികം അങ്ങ് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് സവാള ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 സെക്കൻഡ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കോവയ്ക്ക ചതച്ചെടുത്തത് കൊണ്ട് എന്തായാലും അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് കുഴഞ്ഞാണ് കിടക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചതച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. കോവയ്ക്കൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അപ്പൊ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒട്ടും മനസ്സിലാവില്ല. കാരണം ഇതിന് സാധാരണ കോവയ്ക്ക തോരന്റെ ആ ഒരു ടേസ്റ്റേ അല്ല കിട്ടുന്നത്. വേറെ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ വീട്ടിൽ കോവയ്ക്ക തോരൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ തോരൻ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്ക് ഒരിക്കലും മനസ്സിലാകില്ല ഇത് കോവയ്ക്ക തോരനാണെന്ന്. അറിയാതെ തന്നെ അവർ കഴിച്ചു പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.